ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് സബ്സെ ബഡാ ഷോമാൻ. പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചാപ്റ്റർ ആരെക്കുറിച്ചിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഇത് ചാർലി ചാപ്ലിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠമാണ്. ഇത് ജീവനിയാണ്. ജീവനി എന്ന് വെച്ചാൽ ജീവചരിത്രം. എന്താണ് ജീവചരിത്രം? അതായത് ഒരാൾ മറ്റൊരാളെക്കുറിച്ചിട്ട് എഴുതുന്നതാണ് ജീവചരിത്രം. ഒരാൾ സ്വയം എഴുതുന്നത് ആത്മകഥയും മറ്റൊരാളെക്കുറിച്ചിട്ട് എഴുതുന്നത് ജീവനിയാണ്. അപ്പോൾ ഇവിടെ ചാർലി ചാപ്ലിനെ കുറിച്ചിട്ട് ഗീത് ചതുർവേദി എഴുതിയിട്ടുള്ള ഒരു പാഠമാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ജീവനിയിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗീത് ചതുർവേദിയെക്കുറിച്ചിട്ടും ചാർലി ചാപ്ലിനെ കുറിച്ചിട്ടും ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. चार्ली चैपलिन. सर चार्ल्स स्पेंसर चैपलिन का जन्म 16 अप्रैल 1889 को हुआ. चैपलिन विश्व के बड़े कलाकारों में एक है. वे हास्य अभिनेता, फिल्म निर्देशक, संगीतज्ञ, फिल्म निर्माता आदि के रूप में मशहूर थे. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. एक शिशु कलाकार से लेकर 88 वर्ष की आयु तक वे इस क्षेत्र में सक्रिय थे. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. उनकी मॉडर्न टाइम्स, द ग्रेट डिटेक्टर, द किड, सिटी लाइट्स, द सर्कस आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ ഫുൾ നെയിം എന്താണ്? സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ. അപ്പം നമ്മൾ സാധാരണ വിളിക്കുന്നത് ചാർലി ചാപ്ലിൻ എന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഇതാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1889 ഏപ്രിൽ 16 അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഹാസ്യ അഭിനേതാവും, ഫിലിം നിർദ്ദേശക് എന്ന് വെച്ചാൽ ഫിലിം ഡയറക്ടർ, സംവിധായകൻ, സിനിമാ സംവിധായകൻ, സംഗീതജ്ഞനായിരുന്നു, ഫിലിം നിർമ്മാതാവുമായിരുന്നു. ആദിക്ക് രൂപമേ മഷഹൂർ ഥേ എന്നീ രൂപങ്ങളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. മഷഹൂർ, പ്രസിദ്ധൻ. अमरीकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. അപ്പോൾ അമേരിക്കൻ സിനിമയുടെ ക്ലാസിക്കൽ ഹോളിവുഡ് യുഗത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ മധ്യം വരെ, അതിൻ്റെ പകുതി വരെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നു. അദ്ദേഹവും അതിനായിട്ട് പ്രവർത്തിച്ചിരുന്നു. എക് ശിശു കലാകാർ സെ ലേക്കർ, അതായത് ഒരു കുട്ടി കലാകാരൻ, അതായത് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഫീൽഡിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കുട്ടിയായ ഒരു കലാകാരനിൽ തുടങ്ങി 88 വയസ്സ് വരെ, വർഷ് കി ആയു തക്, ആയു മീൻസ് വയസ്സ്, 88 വയസ്സ് വരെ വേ ഇസ് ക്ഷേത്ര മേ സക്രിയ ഥേ, അദ്ദേഹം ഈ ഫീൽഡിൽ വളരെ ആക്റ്റീവായിരുന്നു. 1977 ഡിസംബർ 25 ഇസ് മഹാൻ കലാകാർ കാ നിധൻ ഹുവ. ഈ കലാകാരൻ അന്തരിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ
ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫിലിംസിൻ്റെ പേരാണ് പറയുന്നത്. മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിറ്റക്ടർ, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ് എന്നിവ कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. ലോകം മുഴുവനുള്ള ആൾക്കാർ പഠനത്തിനായും, അധ്യയൻ മീൻസ് പഠനത്തിനായിട്ടും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിനായിട്ടും നോക്കുന്നു അല്ലെങ്കിൽ കാണുന്നു. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ ആദ്യമായിട്ട് ഉള്ള സ്റ്റേജ് ഷോ, അദ്ദേഹം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയതിനെ കുറിച്ചിട്ട് ആ ഒരു സംഭവമാണ് ഇവിടെ നമ്മുടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. ലേഖകൻ്റെ പേര് ഗീത് ചതുർവേദി. അദ്ദേഹം ജനിച്ചത് 1977 നവംബർ 27 മുംബൈയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു കവിയും അതുപോലെ തന്നെ ജീവചരിത്ര ലേഖകനുമായിരുന്നു. अब आप दैनिक भास्कर नोएडा के संपादकीय विभाग में कार्यरत है. ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ദൈനിക് ഭാസ്കർ എന്ന പത്രത്തിൽ എഡിറ്റോറിയൽ വിഭാഗത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാഠം തുടങ്ങുന്നത് തന്നെ ചാർലി ചാപ്ലിൻ്റെ ഒരു ഫേമസ് കോട്ടോട് കൂടിയിട്ടാണ്. മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. അതായത് എനിക്ക് മഴയിൽ നടക്കാൻ ഇഷ്ടമാണ്. ബാരിഷ് മഴ, ചലന നടക്കുക, പസന്ത് ഹെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മഴയിൽ നടക്കാൻ, അതായത് മഴ പെയ്യുമ്പോൾ മഴയത്തൂടെ നടക്കാൻ ഇഷ്ടമാണ്. മേരെ ആസു, എൻ്റെ കണ്ണുനീർ, ജോ നഹി ദേഖ് പാത്താ ഹെ കോയി, അതിനെ ആർക്കും കാണാൻ സാധിക്കുന്നില്ല. അതായത് മഴയിലൂടെ നടക്കുമ്പോൾ ഞാൻ കരയുന്നത് ആർക്കും മനസ്സിലാവില്ല, ആർക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മഴയിലൂടെ നടക്കുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ചിരുന്ന ഒരാളായിരുന്നു സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളായിരുന്നു ചാർലി ചാപ്ലിൻ. ആ ചാർലി ചാപ്ലിൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയതിനെ കുറിച്ചിട്ട് ആണ് നമുക്കിവിടെ ഗീത് ചതുർവേദി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സബ്സെ ബഡാ ഷോമാൻ. എന്താ സബ്സെ ബഡാ മീൻസ് ഏറ്റവും വലിയ ഷോമാൻ ആരാണ്? ചാപ്ലിൻ. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे, कहीं से कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगे. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ചാർലി ചാപ്ലിൻ്റെ അമ്മ സ്റ്റേജിൽ കയറിയ അനുഭവമാണ്. ഗാത്തെ ഗാത്തെ അച്ചാനക് മാँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. ചാപ്ലിൻ്റെ അമ്മ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗാത്തെ ഗാത്തെ പാടിക്കൊണ്ടിരിക്കവേ എന്ത് സംഭവിച്ചു? അച്ചാനക് മാँ की आवाज़, പെട്ടെന്ന് അമ്മയുടെ ശബ്ദം, ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. ശബ്ദം പെട്ടെന്ന്, ഫട്ന എന്ന് വെച്ചാൽ കീറിപ്പോവുക എന്നാണ്. അപ്പോൾ ഇവിടെ ഇടറി, ശബ്ദം ഇടറി, ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി, അതൊരു നേർത്ത പുലമ്പലായി മാറി.
तब्दील होना मारगा. लोगों को लगा कि माइक में कुछ खराबी आ गई है. അപ്പോൾ ആദ്യമൊക്കെ ആൾക്കാർക്ക് എന്ത് തോന്നി? ലോകോങ്കോ ലഗ, ലഗ്ന തോന്നുക. അപ്പോൾ ലോകോങ്കോ ലഗ, ആൾക്കാർക്ക് തോന്നി മൈക്ക് മേ കുച്ച് ഖരാബി ആ ഗയി ഹെ, മൈക്കിനെന്തോ പ്രശ്നമുണ്ടെന്നാണ് ആൾക്കാർക്ക് തോന്നിയത്. പർ ഫുസ്ഫുസാഹട്ട് ജാരി ഥി, പക്ഷേ ആ ഒരു പുലമ്പൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതായത് അമ്മൻ്റെ പാട്ട് നിന്നിട്ട് ശബ്ദം ഇടറിയപ്പോൾ ആ പുലമ്പലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോക് ചില്ലാനെ ലഗെ, ആൾക്കാരെന്ത് ചെയ്തു? ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. കहीं से कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगी. കുറേ പേര് ആർത്ത് വിളിക്കുന്നു, കുറച്ച് പേരെന്ത് ചെയ്യുന്നു? മ്യാവു മ്യാവു എന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആവാസ് നിക്കാൽന എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ പൂച്ചയെ പോലെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. അപ്പോൾ ഈ ഒരു ശബ്ദം, അതായത് ഭദ്ര എന്ന് വെച്ചാൽ നല്ലത് എന്നാണ്. അപ്പോൾ ഇവിടെ അഭദ്ര എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ്, ചീത്ത ശബ്ദം അല്ലെങ്കിൽ അശുഭകരമായിട്ടുള്ള ശബ്ദം. അപ്പോൾ ഇങ്ങനെ പല പല അപശബ്ദങ്ങളും കേട്ടപ്പോൾ, ഷോർ ശബ്ദം, ആ ശബ്ദങ്ങളെല്ലാം മാക്കോ സ്റ്റേജ് സെ ഹട്ട്നേക്കോ, അമ്മയെ സ്റ്റേജിൽ നിന്നും മാറുവാൻ മജ്ബൂർ കരുതിയ, വിവശയാക്കി. അതായത് അമ്മയ്ക്ക് ഈ ശബ്ദങ്ങളെല്ലാം കേട്ടപ്പോൾ സ്റ്റേജിൽ നിന്നും മാറേണ്ടി വന്നു. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. അപ്പോൾ ചാർലിയുടെ അമ്മ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? സ്ഥിരമായിട്ട്, അക്സർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി, അപ്നെ സാത്ത് തൻ്റെ കൂടെ, തിയേറ്റർ ലേ ജാത്തി थी, തിയേറ്ററിൽ കൊണ്ടുപോകായിരുന്നു. അതായത് അമ്മ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും ചാർലിയെയും കൂടെ കൊണ്ടുപോകായിരുന്നു. उस दिन भी पर्दे के पीछे खड़ा वह आवाज़ के तमाशे को देख रहा था. അപ്പോൾ ആ ദിവസവും, അതായത് ഈ ഒരു സംഭവം നടക്കുന്ന ആ ഒരു ദിവസവും, पर्दे के पीछे, पर्दा മീൻസ് കർട്ടൻ, കെ പീछे പിറകിൽ, അപ്പോൾ കർട്ടൻ്റെ പിറകിൽ നിന്നിട്ട് വഹ് ആവാസ് കെ തമാശെ കോ ദേഖ് രഹാ ഥാ, ആ ശബ്ദത്തിൻ്റെ തമാശകൾ അവൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. आवाज़ शब्दम. माँ और मैनेजर में बहस होती देख वह वहाँ गया. അപ്പോഴാണ് അമ്മയും മാനേജറും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ബഹസ്, തർക്കം. അപ്പോൾ അമ്മയും മാനേജറും കൂടെ തർക്കിക്കുന്നത് ചാപ്ലിൻ കാണുന്നു. അത് കണ്ടിട്ട് ചാപ്ലിൻ അവിടേക്ക് പോയി. വഹ് വഹാ ഗയ, അവൻ അവിടേക്ക് പോയി. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था. അപ്പോൾ ഈ മാനേജർ, ഈ പ്രോഗ്രാമിൻ്റെ മാനേജർ ചാർലിയെ മാ കെ കുച്ച് ദോസ്തോ കെ സാമനെ, അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ, അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളുടെ മുന്നിൽ അഭിനയ് കർത്തേ ദേഖാ ഥാ. ഇപ്പോൾ ചാർലിയുടെ അമ്മയുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ അഭിനയിക്കുന്നത് ഈ മാനേജർ എപ്പോഴോ കണ്ടിരുന്നു. और वह उसे स्टेज पर भेजने की जिद करने लगा. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? മാനേജർ ചാർലിയെ സ്റ്റേജിൽ അയക്കാൻ വേണ്ടി വാശി പിടിച്ചു. ഭേജ്ന എന്ന് പറഞ്ഞാൽ അയക്കുക, ജിദ് കർണേ ലഗ, വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മയുടെ പ്രോഗ്രാം പകുതി വെച്ച് നിന്നുപോയി. അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മാനേജർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ മാനേജർ എന്ത് പറഞ്ഞു? അമ്മയ്ക്ക് പകരം മകനെ സ്റ്റേജിൽ അയക്കണം എന്ന് അയാൾ വാശി പിടിച്ചു. മാ ഡർ ഗയി, അമ്മ പേടിച്ചുപോയി. ഡർന പേടിക്കുക, അമ്മ പേടിച്ചുപോയി. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. അപ്പോൾ അമ്മയ്ക്ക് പേടിയാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ
ആ തിയേറ്ററിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാരെ ഈ 5 വയസ്സുകാരന് ഫേസ് ചെയ്യാൻ പറ്റുമോ, അഭിമുഖീകരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് അമ്മ പേടിച്ചത്. ഛേൽന എന്ന് പറഞ്ഞാൽ സഹിക്കുക, അഭിമുഖീകരിക്കുക എന്നൊക്കെയുള്ളൊരർത്ഥമാണ്. ഭീഡ് ജനക്കൂട്ടം. അപ്പോൾ 5 വയസ്സുള്ള കുട്ടി, 5 साल का बच्चा, 5 വയസ്സുള്ള കുട്ടി ഇസ് ഉഗ്ര ഭീഡ് കോ, ഈ ഉഗ്രമായ ഭീഡ് മീൻസ് അത്രയും വലിയ ജനക്കൂട്ടത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ.